ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഡെസേർട്ടായിട്ടാണ്. ഗുലാബ് ജാമുനാണ്. എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. വീട്ടിൽ തന്നെ നല്ല ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അമൂലി എടുത്തിരിക്കുന്നത് 10 രൂപയുടെ പാക്കറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ 4 പാക്കറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണാണ്. പിന്നെ മൈദ 2 ടേബിൾ സ്പൂൺ, നെയ്യ് എടുത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ. പിന്നെ നമ്മൾ പാൽ എടുത്തിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. ആ പാൽ ഒഴിച്ചിട്ടാണ് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ആദ്യമേ പാൽപ്പൊടി, അതുപോലെ മൈദ, ബേക്കിംഗ് പൗഡർ ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാം കൂടി. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ, അത് ഒരുപാട് ഒഴിക്കരുത്, കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വേണ്ടി വരില്ല. റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം ഉപയോഗിക്കാൻ. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ടപ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഒരുപാടിട്ട് മിക്സ് ചെയ്തത് ഉടച്ച് കളയരുത്. ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ടൈമിൽ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. എടുക്കുന്നത് ഈക്വൽ എമൗണ്ട് എടുത്താൽ മതി. 1 കപ്പ് പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് വെള്ളവും എടുക്കാം. അതിലേക്ക് ഒരു 2-3 ഏലക്കയും കൂടി ചതച്ച് ചേർത്ത് കൊടുക്കാം. അതൊരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഷുഗർ സിറപ്പും തയ്യാറാക്കിയെടുക്കാം. അതൊന്ന് തണുക്കാൻ വെക്കണ നേരത്തിന് ഇത് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. കയ്യിലൊന്ന് എണ്ണ തടവിയതിന് ശേഷം ചെറിയ ബോളുകളായിട്ട് എടുത്തിട്ട് നമുക്കൊന്ന് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, ഫ്ലെയിം സ്ലോ ചെയ്തതിന് വെച്ചതിന് ശേഷം മാത്രമേ ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ സ്ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഒരുപാട് ടൈമൊന്നും എടുക്കില്ല, ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം കൊണ്ട് തന്നെ നമുക്കിത് ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ്. നമുക്ക് വീട്ടിൽ തന്നെ എപ്പോൾ വേണമെങ്കിലും മക്കൾക്കൊക്കെ ഇഷ്ടമുള്ളപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നോക്കി ഈ ഒരു പാകമാകുമ്പോഴത്തേക്കും ചെറിയൊരു ചൂടോട് കൂടി ഉള്ള ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് ഡിപ്പ് ചെയ്ത് വെക്കാം. അതങ്ങനെ ഒരു 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ ഒന്ന് നമുക്കതിൽ സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ആ സിറപ്പൊക്കെ പിടിച്ച് നമുക്ക് ആ ഗുലാബ് ജാമുൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാനൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതേപോലെയുള്ള നല്ല റെസിപ്പീസൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഞാനിവിടെ കുറച്ച് വാനില ഐസ്ക്രീം ഉണ്ടായി, അതും കൂടിയിട്ട് മക്കൾക്കൊക്കെ കൊടുത്തപ്പോൾ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.